Hello students, welcome back to Bosco Campus Vision. In the previous session, we were dealing with the forecasting techniques and we have already discussed the first two forecasting techniques. That is anticipatory surveys and barometric or indicator approach. So in this session, we will look into the next three forecasting techniques, that is econometric model building, opportunistic model building and machine learning technique. Coming to the first one, we have econometric model building. It is the most precise and scientific among different forecasting techniques. It is a discipline that applies mathematical and statistical techniques to economic theory. So നമ്മുടെ എക്കണോമിക് തിയറിയിൽ മാത്തമാറ്റിക്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഒരു ആപ്ലിക്കേഷൻ നടത്തി ചെയ്യുന്ന ഒരു ഫോർകാസ്റ്റിംഗ് ടെക്നിക്കാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. The precise relationship between the different economic variables specified in a formal mathematical manner in the form of equations. So ഇവിടെ പല എക്കണോമിക് വേരിയബിൾസിൻ്റെയും റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യുന്നത് ഇക്വേഷൻസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. The system of equations is then solved to yield a forecast that is quite precise. So ഈ എക്കണോമിക് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്തതിന് ശേഷം ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്താണ് നമ്മൾ ഫ്യൂച്ചർ ഫോർകാസ്റ്റിനെ ഡിറൈവ് ചെയ്യുന്നത്. This forecast is said to be quite precise. And about the model may be deterministic or stochastic. അതായത് ഈ മോഡലിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമുക്കതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് ചിലപ്പോൾ യാദൃശ്ചികമായി വരുന്നതായിരിക്കാം. ഒരു വേരിയബിൾസിൻ്റെ തമ്മിലുള്ള എക്സാക്റ്റ് റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ ഒരു മോഡലിനെ നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് എന്നും, ഇപ്പോൾ ആ ഒക്കറൻസ് ഓഫ് വാല്യൂസിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് സ്റ്റൊക്കാസ്റ്റിക് മോഡൽ എന്നും പറയാം. So if the exact relationship is assumed, it is deterministic and the probability of occurrence of values is included in the stochastic model. The variable whose values are determined within the model are called endogenous variables, and the variable whose values are given outside the model are called exogenous variables. So ഈ ഒരു മോഡൽ ഉപയോഗിച്ച് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ആ പർട്ടിക്കുലർ വാല്യൂസിനെയാണ് നമ്മൾ എൻഡോജീനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതേസമയം ഈ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് മോഡലിൻ്റെ പുറത്തു നിന്നും ഉപയോഗിക്കുന്ന ഔട്ട്സൈഡ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എക്സോജീനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. Let us see an example. The sales of cars may be related to the gross national income, interest rate and level of employment of a country. സോ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ കാറിൻ്റെ ലെവൽ ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് ഇത്രയും ഫാക്ടേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഗ്രോസ് നാഷണൽ ഇൻകം, ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്. സോ ഇവിടെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ലെവൽ ഓഫ് സെയിൽസ് ആണ്. സോ ലെവൽ ഓഫ് സെയിൽസ് ഇസ് ദ endogenous factor and the other factors which help to determine this particular value is known as exogenous variables. Though econometric model building is said to be most precise and scientific forecasting technique, it has certain disadvantages. First one, it is very complex as vast amount of data collection and processing is required. സോ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കളക്ഷനും അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ ആവശ്യമായി വരുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ കോംപ്ലെക്സ് പ്രോസസ്. ദെൻ ദർ മേ ബി ഡിലേ ഇൻ മേക്കിംഗ് ദ റിസൾട്ട്സ് അവൈലബിൾ. ദീസ് ഡിലേ മേ റെൻഡർ ദ റിസൾട്ട്സ് ഒബ്സലീറ്റ് ഫോർ ദ പേർപ്പസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. സോ ഇത് കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം ചേഞ്ചസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൽ ഡിറൈവ് ചെയ്യുന്ന റിസൾട്ട്സ് ഒബ്സലീറ്റ് ആവാൻ പോകാനും ഒരു ചാൻസ് ഉണ്ട്. So the two main disadvantages are it is very complex and the delay in making the results available. And this is all about econometric model building forecasting technique. Next is opportunistic model building. It is also known as GNP model or sectoral analysis. So in this technique, an analyst make an estimate initially taking into consideration the prevailing economic environment such as the existing tax rates, interest rate, rate of inflation, and other economic and fiscal policies of the government. After the initial forecasting, the analyst now begins building up a forecast of GNP figure by estimating the levels of various components of GNP, such as gross domestic investment, government purchase of goods and services, and net exports. And the final figure is formed by adding up all these items. സോ ഈ ടെക്നിക്കിൽ ഒരു അനാലിസ്റ്റ് രണ്ട് രീതിയിലുള്ള ഫോർകാസ്റ്റിംഗ് ആണ് നടത്തുന്നത്.
In the first case, he makes an estimate by taking into consideration the present economic environment, such as the existing tax rates, interest rate of inflation, and other economic and physical policies. And after this initial forecasting is done, then he estimates another figure by taking into consideration the various components of GNP, such as the GDI, government purchase of goods and services, and the net exports. And the second estimate is formed by adding up all these figures. ആദ്യത്തെ എസ്റ്റിമേറ്റിൽ എക്കണോമിക് പ്രിവെയിലിംഗ് സിറ്റുവേഷൻസ് ആയ ടാക്സ് റേറ്റ്സും ഇൻട്രസ്റ്റ് റേറ്റും ഇൻഫ്ലേഷൻ റേറ്റും ഒക്കെ വെച്ചിട്ട് ഒരു ഫിഗർ എസ്റ്റിമേറ്റ് ചെയ്യും. അതിനുശേഷം GNPയുടെ വേരിയസ് കമ്പോണൻസ് ആയ ഗ്രോസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നെറ്റ് എക്സ്പോർട്സ്, ഈ ഒരു ഫിഗേഴ്സ് ഒക്കെ ആഡപ്പ് ചെയ്തുകൊണ്ട് വേറൊരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യും. The two GNP forecasts arrived at by two different methods will be compared and a necessary adjustment will be made to bring the two forecasts into line with each other. So ഈ രണ്ട് ഫിഗേഴ്സും കണ്ടുപിടിച്ചതിന് ശേഷം ഇത് രണ്ടും കമ്പയർ ചെയ്ത് നെസസറി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ ശേഷമാണ് പുതിയ ഒരു ഫോർകാസ്റ്റ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കലി നമ്മൾ LHS = RHS എന്നൊക്കെ പറയുന്ന പോലെ ഈ രണ്ട് ഫിഗേഴ്സിനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിലെ ഒരു കോമൺ ഐറ്റംസിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചർ ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. സോ എ വാസ്റ്റ് ജഡ്ജ്മെന്റ് ആൻഡ് ഇൻജെന്യൂറ്റി ഈസ് റിക്വയർഡ് ടു മേക്ക് ഇറ്റ് റിലയബിൾ. So this opportunistic model building is also said to be a complex and ingenuine method of economic forecasting. Next is machine learning technique. It is a prediction model. It is also known as a neural network. സോ പ്രഡിക്ഷൻ മോഡലിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടെക്നിക്കാണ് മെഷീൻ ലേണിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിനെ ന്യൂറൽ നെറ്റ്വർക്ക് എന്നും പറയാറുണ്ട്. ബിക്കോസ് അത് ഹ്യൂമൻ ബ്രെയിൻസിലുള്ള ന്യൂറോൺസിനെ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. എല്ലാം ഒരു വെൽ സെറ്റാണ്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ മെഷീൻ ലേണിംഗ് ടെക്നിക്കിനെ പറ്റി പറയാം. In MLT, computers develop and design algorithms to access behaviors based on empirical data. Reasoning is automated, and with a given background knowledge, this technique aims to use reasoning to find new and relevant information. So as I said, this is an automated technique. Algorithmsum reasoningum ഒക്കെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ്റെ ബേസിസിൽ ഈ റീസണിങ്ങും ആൽഗോറിതം ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ഒരു പുതിയ റിസൾട്ട് നമുക്ക് തരികയാണ് ഈ മെഷീൻ ലേണിംഗ് ടെക്നിക്ക് വഴി ചെയ്യുന്നത്. In simple words, neural network is a set of connected input and output units where each connection has a weight related to it. So നമ്മുടെ ഹ്യൂമൻ ബോഡി വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ബ്രെയിനിൽ നിന്നും ന്യൂറോൺസ് വഴി പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ്റെ ബേസിസിലാണ് നമ്മുടെ ബോഡി ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊടുക്കുന്ന ഇൻഫോർമേഷൻ്റെ ബേസിസ് അനുസരിച്ച് അത് പ്രോസസ്സ് ചെയ്ത് റീസണിങ്ങും അൽഗോറിതംസ് ഒക്കെ വെച്ച് പ്രോസസ്സ് ചെയ്ത് ഒരു പുതിയ ഇൻഫോർമേഷൻ ഔട്ട്പുട്ടായി നൽകുന്നതാണ് കമ്പ്യൂട്ടേഴ്സ് ഇവിടെ ചെയ്യുന്നത്. Thus, the ability of neural networks to find out the non-linear relationship in input data makes them fit for predictions in the non-linear dynamic stock market. So, ആദ്യം പറഞ്ഞ രണ്ട് ടെക്നിക്സും ലീനിയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എക്കണോമിക് വേരിയബിൾസ് ആണ് ചെയ്യാറ്. ബട്ട് ഇവിടെ നോൺ ലീനിയർ റിലേഷൻഷിപ്പ്, അതായത് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് പോലും ഐഡൻറ്റിഫൈ ചെയ്ത് റിസൾട്ട് നൽകുന്നത് കൊണ്ട് ഈ ഒരു ടെക്നിക്കിനെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ബെസ്റ്റ് പ്രഡിക്റ്റിംഗ് ടെക്നിക്കായിട്ടും പറയാറുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഫർമേഷൻ എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കില്ല. അതിൻ്റെ ഇൻഫർമേഷൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, സ്റ്റേറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സോ ആസ് മെഷീൻ ലേണിംഗ് ടെക്നിക് ഈസ് ഏബിൾ ടു പ്രോസസ് ദ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആൻഡ് ഗിവ് എ ബെറ്റർ ഔട്ട്പുട്ട്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ഫിറ്റ് ഫോർ ദ നോൺ ലീനിയർ ഡൈനാമിക് സ്റ്റോക്ക് മാർക്കറ്റ്. So these are the various economic forecasting techniques, and the economic forecasting is an extremely complex and difficult process. No method is expected to give the correct results. However, the investor must evaluate all economic forecasts critically before making his investment decision. So ഈ എക്കണോമിക് ഫോർകാസ്റ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ടെക്നിക്സിനും അതിൻ്റേതായ ഡിഫിക്കൽട്ടിയും ലിമിറ്റേഷൻസും ഉണ്ട്. മിക്കതും കോംപ്ലക്സ് പ്രോസസ്സുമാണ്. കറക്റ്റ് റിസൾട്ട്സ് തരണമെന്നുമില്ല. But it is up to the investor to select the best technique and do the forecasting according to its need before making his investment decision. So with this, we are concluding the topic economy analysis, which is the first step in fundamental analysis. So economy analysis gives the investor an overall picture of the expected future performance of the economy, which is a valuable input to his investment decision making.
So in economy analysis, we discussed about the various factors to be considered in the economy in order to identify the historical performance and present state of the economy. Then we discussed about the various forecasting techniques in order to determine the expected future performance of the economy. Hope all are clear with the topic economy analysis. In the next session, we will begin with the next step of fundamental analysis, that is industry analysis. So, thank you.